രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പോയി ഫ്രഷ് ആവലും നമ്മൾ ചെറുതായിട്ടുള്ളൊരു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് അധികം മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. വാഷ് ചെയ്തതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ തീർത്ത് കഴിഞ്ഞാൽ ഒരു 11 മണി ആയിക്കഴിഞ്ഞാൽ ട്യൂഷനുണ്ട്. 11 മണി മുതൽ പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു 1 മണി 1:30 അല്ലെങ്കിൽ 2 മണി വരെയൊക്കെ ഓരോ ദിവസം ഓരോ മാതിരിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉണ്ട് ഉമ്മതാ എല്ലാത്തിൻ്റെയും മസാല കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസിൻ്റെ എല്ലാത്തിൻ്റെയും മസാല കാര്യങ്ങളൊക്കെ ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കതോ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 4 മണി ഒക്കെ ആകുമ്പോൾ വന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കലും പൊരിക്കലും ഉണ്ടാക്കലൊക്കെ ഒപ്പരം തീർക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഫ്രൂട്ട്സ് കട്ട് ചെയ്തേക്കാം. വത്തക്ക ഉണ്ടായിരുന്നു. അപ്പം വത്തക്കം കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പും ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് ഒരു 3 മണീൻ്റെ ഉള്ളിൽ അങ്ങനത്തെ അല്ലറ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ വേഗം തീർത്തു. പിന്നെ ഇതാ വെറുതെ അവിടെയും ഇവിടെയൊക്കെ തിന്നളിച്ച് ഫോൺമ കളിക്കലും ഒക്കെ ചെയ്ത് പിന്നെ ബാങ്ക് കൊടുക്കലും നിസ്കരിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ വഴി നടക്കുന്നുണ്ട്. അതൊക്കെ ഓരോ പേഴ്സണൽ കാര്യങ്ങൾ ഇതിലൊന്നും കൂട്ടിക്കൊഴിക്കുന്നില്ല. പിന്നെ ഒരു 4-4:30 ആയപ്പം പിന്നെ സമൂസ ഉണ്ടാക്കണ പരിപാടിയിലേക്ക് ഞാൻ അങ്ങോട്ട് നിന്നു. അപ്പോൾ തന്നെ ഉമ്മ അതാ പത്തിരിക്കുള്ള പണികളും അതുപോലെ ബോണ്ടൻ്റെ സംഭവങ്ങളൊക്കെ ആക്കി വെക്കലും കാര്യങ്ങളൊക്കെ തീർത്തു. അതാകുമ്പോൾ പിന്നെ പൊരിക്കൽ അങ്ങോട്ട് ഒപ്പരം അങ്ങോട്ട് ചെയ്യാമല്ലോ. ഓരോന്ന് സെറ്റാക്കി ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പൊരിക്കൽ ഒറ്റയടിക്ക് അങ്ങോട്ട് തീരും. അങ്ങനെ അതാ ഓരോ പണികളായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു 4:30 ശേഷം ആകുമ്പോൾ പിന്നെ വലിയൊരു കുഴപ്പമില്ല, കുറച്ച് ടൈമുള്ളൂ എന്നുള്ളൊരു ഇതിലങ്ങോട്ട് പണികളൊക്കെ ഇങ്ങനെ ആയി പോകുമ്പോൾ അങ്ങോട്ട് വേഗം കഴിഞ്ഞു പോയിക്കോളും. അങ്ങനെ ഇതാ പിന്നെ ചിക്കൻ കറിയിലേക്ക് തേങ്ങ അരയ്ക്കാനുണ്ടായിരുന്നു. ആ പണി വേറെ നടക്കുന്നു, പൊരിക്കൽ വേറെ നടക്കുന്നു, പത്തിരി ആകുന്നു. അങ്ങനെ ഓരോ പണികളായിട്ട് ഇങ്ങനെ തീർന്നു. അൽഹംദുലില്ലാ അങ്ങനെ നമ്മുടെ 3ാമത്തെ നോമ്പ് ഉഷാറായിട്ട് ഇവിടെ എല്ലാവരും കൂടി അങ്ങോട്ട് നോമ്പ് തുറന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വെറുതെ അങ്ങോട്ടും ഇവിടെയൊക്കെ തിന്നളിച്ചു. പിന്നെ ഒരു 9 മണിയായപ്പം ട്യൂഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അത് പിന്നെ അങ്ങനെ നീണ്ട് 11 മണി വരെ ഉണ്ടാവും. ഓരോ ദിവസം ഓരോ ടൈപ്പിൽ അങ്ങോട്ട് പോകും. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെ നല്ല ഉഷാറായിട്ട് പോയി. നിങ്ങളുടെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.